കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ ബോർഡ് നോക്കി, മുന്നിൽ നിന്ന് ബസ്സിൻ്റെ ബോർഡ് നോക്കിയപ്പോൾ സിറ്റി ഫാസ്റ്റ് ആണ്. അപ്പോൾ ധൈര്യമായിട്ട് കയറാം, കാരണം തള്ളുണ്ടാവില്ല, സ്ത്രീജനങ്ങളുടെ തള്ള് ഉണ്ടാകില്ലല്ലോ എന്ന് പറഞ്ഞ് ബസ്സിൻ്റെ കയറാൻ വേണ്ടി ഡോറിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ അവിടെ പ്രിയദർശിനി സൗജന്യ യാത്ര എന്താണ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ബസ്സിൻ്റെ മുൻവശത്ത് സിറ്റി ഫാസ്റ്റ്, ബസ്സിൻ്റെ ഡോറിൻ്റെ ഭാഗത്ത് പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന സ്റ്റിക്കറും പതിച്ചിട്ടുണ്ട്. ബസ്സിനകത്തേക്ക് നോക്കുമ്പോൾ തിരക്ക് കുറവാണ്, സീറ്റുകളും ഉണ്ട്. അതുകൊണ്ട് ബസ്സിനുള്ളിലേക്ക് ഞാൻ കടന്നിരുന്നു. അപ്പോൾ ഒരു സീറ്റിൽ ഒരു യുവതി ഇരിക്കുന്നുണ്ട്. അവരുടെ അനുമതിയോടുകൂടി ഞാനും അവരുടെ അടുത്തിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഒരു അക്കാദമിക് ഇൻട്രസ്റ്റോടുകൂടി ചോദിച്ചു, ടിക്കറ്റ് സൗജന്യമാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഇല്ല, ഞാൻ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. ആ ഫോട്ടോയാണ് നിങ്ങൾ കാണുന്നത്. 28 രൂപയുടെ ടിക്കറ്റ് അവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ പതിച്ച വണ്ടിയിൽ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നത് സ്വാഭാവികമായും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ പുലിയൊന്നുമല്ലെങ്കിലും എനിക്ക് ഒരു സംശയം തോന്നി. അപ്പോൾ കണ്ടക്ടറെ പരാതി. ഞാൻ ടിക്കറ്റ് അപ്പോഴും എടുത്തിട്ടില്ല, അദ്ദേഹം എൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. കണ്ടക്ടർ നോക്കുമ്പോൾ അദ്ദേഹം സ്വിഫ്റ്റ് ബസ്സിലെ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും സംശയമായി. സ്വിഫ്റ്റ് ബസ്സിൻ്റെ ഓപ്പറേറ്റർമാർ, പ്രത്യേകിച്ച് കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ പ്രീമിയം ബസ്സുകളും, തിരുവനന്തപുരം നഗരത്തിലെ കാര്യമാണ് ഇത് പറയുന്നത്, പ്രീമിയം ബസ്സുകൾ, അതായത് സൂപ്പർ ഫാസ്റ്റ്, അതിന് മുകളിലോട്ടുള്ള സർവീസുകളൊക്കെയാണ് അവർ സാധാരണ കൈകാര്യം ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിലാണെങ്കിൽ ഇലക്ട്രിക് ബസ്സുകളും അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓർഡിനറി സർവീസിൽ അല്ലെങ്കിൽ സിറ്റി ഫാസ്റ്റ് പോലുള്ള സർവീസിൽ അവരെങ്ങനെ വന്നു എന്നത് എൻ്റെ ഒരു ന്യായമായ സംശയമായിരുന്നു. അപ്പോൾ കണ്ടക്ടറോടും കാര്യം തിരക്കി. കണ്ടക്ടറോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ? അല്ല, അതല്ല, ആള് കുറവായതുകൊണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് ഡിപ്ലോയ് ചെയ്തു എന്നാണ് കണ്ടക്ടറുടെ ഒന്നാമത്തെ ഉത്തരം. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ, ഈ സിറ്റി ഫാസ്റ്റ് എന്ന് ബോർഡ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന ഡോറിൽ സ്റ്റിക്കറും കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ അത് ഒരുപക്ഷെ എങ്കിൽ സ്റ്റേഷനിലിരിക്കുന്ന ആളിന് തെറ്റിക്കാണാം. സിറ്റി ഫാസ്റ്റ് ബസ് ഈ സൗജന്യ യാത്രയ്ക്ക് കൂടി ഉപയോഗിക്കുന്ന ബസ്സാണെന്ന തരത്തിൽ സ്റ്റിക്കർ പതിക്കാൻ അദ്ദേഹം അനുമതി കൊടുത്തതാകാം, അല്ലെങ്കിൽ ഇന്ന് റൂട്ട് നിശ്ചയിച്ചപ്പോൾ തെറ്റിപ്പോയതാകാം എന്ന് കണ്ടക്ടർ മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കണ്ടക്ടർ സ്വന്തം താല്പര്യത്തോടുകൂടി പറയുകയാണ്, സ്നേഹിത, 900 കോടി രൂപ കേന്ദ്രം തരും, KSRTCക്ക് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ്. കുറേയധികം പുതിയ ബസ്സുകൾ KSRTCക്ക് ലഭിക്കണം. KSRTCക്ക് കുറേയധികം പുതിയ ബസ്സുകൾ ലഭിച്ചാൽ മാത്രമേ ഈ പറയുന്ന പദ്ധതികളൊക്കെ വിജയകരമായി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ ജീവനക്കാർ എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും പദ്ധതി പാളിപ്പോകും. കാരണം ഒരു ദിവസം 20 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇവിടെ ഓർഡിനറി സർവീസുകൾ നടത്തുന്നത് 15 വർഷം കഴിഞ്ഞാൽ കണ്ടം ചെയ്യേണ്ടതാണ്. പക്ഷേ 20 വർഷമായിട്ടും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ്സുകളിൽ 10 എണ്ണമെങ്കിലും ഒരു ദിവസം കട്ടപ്പുറത്താകും, വഴിയിൽ ബ്രേക്ക് ഡൗൺ ആകും. അപ്പോൾ ഞാൻ ചോദിച്ചു, അതങ്ങനെ സംഭവിക്കും? അത് അറ്റകുറ്റപ്പണികൾ നടത്താറില്ല, നടത്തിയാൽ തന്നെ അത് കൃത്യമായി അത് പരിപാലിക്കപ്പെടുന്നില്ല. അതൊക്കെ ആകാം കാരണം. അത് ചേട്ടൻ അറിയണമെങ്കിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ അന്വേഷിച്ചാൽ ഒരുപക്ഷെ കുറച്ചുകൂടി വിവരം ലഭിക്കുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ അറിവും തലയിൽ വെച്ചാണ് ഞാൻ തിരുവനന്തപുരത്ത് നഗരത്തിലോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചങ്ങാതിയെ കണ്ടു. അദ്ദേഹവുമായി വിവരം പങ്കുവച്ചപ്പോൾ അദ്ദേഹം ഒരു ചരിത്ര പുസ്തകങ്ങളൊക്കെ ധാരാളം വായിച്ചിട്ടുള്ള അധ്യാപകനൊക്കെ ആയ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്ന കാര്യം, ഈ ബസ്സുകൾ ഇങ്ങനെ 10 ബസ്സുകൾ 15 ബസ്സുകളൊക്കെ ഒരുമിച്ച് ഒരു ദിവസം ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. മുമ്പ് നക്സലുകളുടെ കാലം, നക്സലിസം 1975നും 70നും ഇടയിൽ നക്സൽ പ്രസ്ഥാനം വളരെ ശക്തമായി നിന്ന സമയത്ത് ഇതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം KSRTC ബസ്സുകൾ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് കൊങ്ങാട് കൊലപാതകം, ജന്മിയെ വെട്ടിക്കൊല്ലുന്ന സംഭവത്തിന് മുമ്പാണ് ഇങ്ങനെ KSRTC ബസ്സുകൾ പൊതുനിരത്തിൽ കിടന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിരന്തരം ഇങ്ങനെ വന്നപ്പോൾ അന്നത്തെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥനായ ജയറാം പടിക്കലിന് ഒരു സംശയം തോന്നി. ഇത് ചിലപ്പോൾ ഇനി കൃത്രിമമായി നടത്തുന്നതാണോ, നക്സലുകൾ ചെയ്യുന്നതാണോ, എന്തെങ്കിലും പ്രവൃത്തിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി അന്ന് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ ഈ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് രഹസ്യമായി നിയോഗിച്ചു ഇത് അന്വേഷിക്കാൻ. അങ്ങനെ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം, ചില വ്യക്തികൾ ഡിപ്പോകളിൽ ബസ്സിൻ്റെ എൻജിനുള്ളിൽ എന്തോ പൊടി ഇടുന്നുണ്ട്. അത് എല്ലാ ബസ്സുകളിലും ഇടില്ല, ഏതെങ്കിലും 1-2 ബസ്സുകളിൽ ഈ പൊടി ഇടുന്നുണ്ട്. ഈ സംഭവം, ഈ ബസ് നിരത്തിലിറങ്ങി 1-2 കിലോമീറ്റർ ഓടി കഴിയുമ്പോൾ വണ്ടി നിന്നു പോകുന്നു എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. പിന്നീട് ഈ പറയുന്ന മെക്കാനിക്കലുള്ള ആളുകളെയൊക്കെ കൈയോടെ പിടികൂടി താക്കീത് ചെയ്യുകയും ചിലരെ ശിക്ഷിക്കുകയൊക്കെ ചെയ്ത കാര്യമാണ് ഈ ചരിത്ര കുതുകിയായ സ്നേഹിതൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനിയിപ്പോൾ CP ജോൺ ഒരു സാധു കമ്മ്യൂണിസ്റ്റാണ്, സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റാണ്.
അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സ്വഭാവമുള്ള ഏക മന്ത്രി ഇന്ത്യയിൽ തന്നെ CP ജോണാണ്. അപ്പോൾ CP ജോണിനെ KSRTCയിലെ ട്രേഡ് യൂണിയനുകൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ കബളിപ്പിക്കാൻ ശ്രമിക്കുമോ? കാരണം VD സതീശൻ പറഞ്ഞിട്ടുണ്ട് CP ജോൺ ഇനി വാല്യൂ ആഡഡ് സംഭവമൊക്കെ നടത്തി KSRTCയെ വരുമാന ലാഭത്തിലേക്ക് എത്തിക്കും, അതുകൊണ്ട് ഇനി സർക്കാരിൻ്റെ സഹായമില്ലാതെ തന്നെ പ്രിയദർശിനിയൊക്കെ ഓടിക്കോളുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം പുകഴ്ത്തുകയും ചെയ്തു. അപ്പോൾ CP ജോൺ ഇത്തരം കാര്യങ്ങളിൽ അവയർനെസ് ഇല്ലാത്ത വ്യക്തിയാണോ എന്ന് എനിക്ക് സ്വാഭാവികമായും സംശയം തോന്നി. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ സംഭവം KSRTCയുടെ അനുഭവം പറഞ്ഞത്, ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു താളത്തിലെത്താൻ കുറച്ച് സമയമൊക്കെ എടുക്കും. അതുകൊണ്ട് സിറ്റി ഫാസ്റ്റ്, പ്രിയദർശിനി, സ്റ്റിക്കർ അതൊക്കെ നമുക്ക് മറക്കാം. ടിക്കറ്റ് എടുത്ത യുവതി സ്നേഹത്തോടെ ടിക്കറ്റ് കാണിച്ച് തരികയും KSRTC ബസ്സിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത് ആ യുവതിയെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. അപ്പോൾ ആ വിഷയം നമുക്ക് വിടാം. പക്ഷേ സ്വിഫ്റ്റ് ഇപ്പോൾ സ്വിഫ്റ്റിലെ ജീവനക്കാർ ഓർഡിനറി ബസ്സുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ, അവരെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിപ്ലോയ് ചെയ്തത് എന്ന് ഉത്തരം പറയുന്നത് KSRTCയുടെ ഒരു ബാധ്യതയാണ്. അടുത്ത ഈ 900 കോടി രൂപയുടെ കാര്യത്തിൽ KSRTC ഉത്തരം പറയേണ്ടതാണ്. അത് കിട്ടുമോ കിട്ടില്ലയോ, പുതിയ ബസ്സുകൾ വരുമോ വരില്ലയോ എന്നൊക്കെ KSRTC പറയണം. പിന്നെ 10 ബസ്സുകൾ കട്ടപ്പുറത്ത് ആകുന്നുണ്ട് ഒരു ദിവസം. പ്രതിദിനം 10 ബസ്സാകുമ്പോൾ ആലോചിച്ച് നോക്കുക, 400-500 ബസ്സുകളാണ് ചിലപ്പോൾ ചില നഗരങ്ങളിൽ ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിദിനം 10 ബസ് വെച്ച് കട്ടപ്പുറത്താകുകയാണെങ്കിൽ അതാത് ദിവസം തന്നെ സർവീസ് ചെയ്ത് ഇറക്കാൻ കഴിയുമെന്ന് തോന്നില്ല. എങ്കിലും ഒരു 10-15 ദിവസം കഴിയുമ്പോൾ ഒരു 100 ബസ്സെങ്കിലും കട്ടപ്പുറത്ത് ആയിരിക്കും, അല്ലെങ്കിൽ മെക്കാനിക്കൽ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ മന്ത്രി CP ജോൺ ഒരു ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇത് താളക്രമത്തിലാക്കാനുള്ള ബാധ്യത മന്ത്രിക്ക് തന്നെയാണ് എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ.